അത് ഗൈസ് ഡാർക്ക് വൈറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഗൈസ് ഞാൻ ഒന്നില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒരു ഫ്രണ്ട് ഉണ്ട് MST മാലിക് പറഞ്ഞ ബ്രോ. ആ ബ്രോ നമുക്ക് നല്ലൊരു കണ്ടന്റ് ഒപ്പിച്ച് തന്നിട്ടുണ്ട്. അതായത് ഇതുവരെ അങ്ങനെ യൂട്യൂബേഴ്സും കാര്യങ്ങളും ആരും പോവാത്തൊരു സീക്രട്ട് സ്പേസാണ് മച്ചാൻ കാണിച്ചു തന്നിരിക്കുന്നത്. ഇവിടെ അടുത്ത് തന്നെയാണ്, സിറ്റിയിൽ കുറച്ച് പോയിട്ടാണ്. ഒരു സീക്രട്ട് സ്പേസാണ്. നമുക്കിന്ന് അങ്ങോട്ടും ജസ്റ്റ് പോയേക്കട്ടോ. അങ്ങോട്ടൊന്ന് പോയാക്കിയിട്ട് ഞാൻ പറയാം. എനിക്ക് സ്പേസ് എവിടെയാണെന്ന് അറിയത്തില്ല. നമ്മളെ മച്ചാനാണ് മുന്നിലോടുന്നത് കേട്ടോ. പിന്നെ അവൻ പറഞ്ഞ് ചെറിയൊരു ഓഫ് റോഡും കാര്യങ്ങളുണ്ട്. മറ്റേ സ്പോർട്സ് ടൈപ്പ് കാർ എടുത്ത് വന്നാൽ മറ്റേ സ്ലിപ്പാവെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ LC ആണ് എടുത്ത് വന്നത് കേട്ടോ. മച്ചാൻ മുന്നിൽ പോയിട്ടുണ്ട്. നമുക്ക് എന്തായാലും വേണ്ടപ്പോൾ തന്നെ വെച്ച് പിടിച്ചാൽ റാപ്റ്റർ എടുത്താണ് വന്നേക്കുന്നത് കേട്ടോ. നമ്മളെന്തായാലും നമ്മൾ ഓൾറെഡി LC കൊണ്ടാണ്. പിന്നെ ഒരു സീക്രട്ട് സ്പേസാണ്. നിങ്ങളെല്ലാവരും സ്ഥലം നോട്ട് ചെയ്ത് വെച്ചോ. നമ്മളാണ് ഈ സ്ഥലം ഒന്ന് ജസ്റ്റ് യൂട്യൂബിൽ ഇറക്കാൻ പോകും കേട്ടോ. ഈ സ്ഥലം മുന്നേ കണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് അടിക്കുക കേട്ടോ. നമ്മൾ ഈ സ്ഥലം നമ്മളാണ് യൂട്യൂബിൽ ആദ്യമായിട്ട്. ഞാൻ കുറേ തപ്പി പക്ഷെ കണ്ടില്ല. ഞാൻ കുറേ തപ്പിയിട്ടുണ്ട് പക്ഷെ കണ്ടിട്ടില്ല കേട്ടോ. ഈ മാപ്പ് ഇറങ്ങിയ സമയത്ത്, അതായത് ആ ഒരു ഭാഗത്തേക്കുള്ള മാപ്പ് ഇറങ്ങിയ സമയത്ത് ആരും ആ ഭാഗത്തേക്ക് പോയിട്ടില്ല. ആ വീഡിയോ ഞാൻ കുറേ സെർച്ച് ചെയ്ത് നോക്കി കണ്ടിട്ടില്ല. അപ്പോൾ നമ്മളാണ് യൂട്യൂബിൽ ആദ്യമായിട്ട് ഇത് റിവീൽ ചെയ്യുന്നതെന്ന് തോന്നുന്നു. നമുക്ക് ജസ്റ്റ് നമുക്ക് പോയേക്കാം കേട്ടോ. മച്ചാൻ മുന്നിൽ പോയാലേ നമുക്ക് വഴി അറിയത്തുള്ളൂ. ഇല്ലേ വല്ല കാട്ടിലും പോയി കിടക്കേണ്ടി വരും. എന്നിട്ട് സീക്രട്ട് സ്പേസ് എന്ന് പറഞ്ഞ് പറ്റിക്കുക. നടക്കത്തില്ല. മച്ചാൻ വന്ന് എന്നോട് പറഞ്ഞൊരു സീക്രട്ട് സ്പേസ് ഉണ്ട്. ശബ്ദമൊക്കെ മാറിപ്പോന്ന് എന്തൊക്കെയാന്ന്. ഇവിടെയാണെന്ന് തോന്നുന്നു കേട്ടോ. മച്ചാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെയാണ്. നമുക്കെന്തായാലും ബ്രോയുടെ പിന്നാലെ പിടിക്കാം. നമ്മൾ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ലൊരു വ്യൂ ഉള്ള സ്പോട്ട് തന്നെയാണ് കണ്ടിട്ടോ. പിന്നെ ഇതൊരു കുത്തനുള്ള കയറ്റമാണത്. നമ്മൾ വണ്ടി ഇവിടെ ജസ്റ്റ് ഒന്ന് നിൽക്കാൻ ചാൻസാ. നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം. കയറുന്നുണ്ട്. ഇവിടെ നിർത്തണേക്കാൻ വെച്ചാൽ അവിടെ മുന്നിൽ കൊണ്ടു നിർത്തണം. അതാകുമ്പോൾ നമുക്ക് നല്ലൊരു തംബ്നെയിലും കിട്ടും. ഇവിടെ കൊണ്ട് നമുക്ക് കറക്റ്റ് പാർക്ക് ചെയ്യാം കേട്ടോ. മച്ചാൻ പറഞ്ഞ ഒരു അടിപൊളി സ്പേസ് തന്നെയാണ് കേട്ടോ. അത്ര വലിയൊരു കാണാൻ ഇതുള്ളൊരു സീക്രട്ട് സ്പേസ് ഒന്നും ആണെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ ഒരു വ്യൂ ഒക്കെ ഉള്ള, ഇവിടെ വന്നാത്തതിനോട്ട് നിങ്ങൾക്ക് ആ വ്യൂ മനസ്സിലാവുക. അത്യാവശ്യം നല്ല രീതിയിൽ വ്യൂവും കാര്യങ്ങളും എനിക്ക് വ്യൂ തോന്നിയിട്ടുണ്ട്. നിങ്ങൾ മറ്റേ കുറച്ച് ക്വാളിറ്റി ഒക്കെ കൂട്ടിയിട്ട് വന്ന് നോക്കുക. ഞാൻ ഈ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ഫുൾ ക്വാളിറ്റി അല്ലായിരിക്കും. പക്ഷെ ഞാൻ ഇതിൽ ഫുൾ ക്വാളിറ്റി ഇട്ടാണ് നല്ല കളിക്കുന്നത്. പക്ഷേ ഇതിനെ ഗുഡ് ക്വാളിറ്റി ഇട്ടാണ് ഞാൻ കളിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അത്യാവശ്യം ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ ടണലിൻ്റെ ഉള്ളിലോട്ടാണ് കേട്ടോ വെള്ളമൊക്കെ പോകുന്നത്. ഞാൻ ജസ്റ്റ് അത് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. പിന്നെ അപ്പുറത്ത് കുറച്ച് സിമെൻറ്റ് കട്ട പോലത്തെ എന്തോ സാധനം കിടക്കുന്നുണ്ട്. നമുക്കത് പോയേക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങോട്ട് വന്നാൽ തന്നെയുള്ള അതിൻ്റെ ബ്യൂട്ടി അറിയുക. പിന്നെ കുറച്ച് വണ്ടിയൊക്കെ കൊടുന്ന് ഫോട്ടോ എടുക്കാനും കാര്യങ്ങളൊക്കെ അടിപൊളിയാക്കാം കേട്ടോ. നമ്മൾ ഓൾഡ് LC എടുത്താണ് നമ്മൾ വന്നേക്കുന്നത്. നല്ലൊരു തംബ്നെയിലും കാര്യങ്ങളൊക്കെ എടുക്കണം. പിന്നെ ഇവിടെ ഒരു ചെയറും ഒരു വെയിലുള്ളാതിരിക്കാനുള്ള സാധനം കണ്ടിട്ടോ. നമുക്ക് എന്തായാലും ആ സിമെൻറ്റ് കട്ടകൾ അടിക്കട്ടെ അവിടേക്ക് പോവുക. അതൊരു സ്റ്റാർ ടൈപ്പിലുള്ള ഈ കടലിൻ്റെ സൈഡിലൊക്കെ കാണപ്പെടുന്ന ഒരു കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ വെള്ളം പോകണ്ടാ. അയ്യോ, ഇപ്പോൾ പോയേനെ. ഇതിലെങ്ങാനും ചാടിച്ചെത്താ പിന്നെ ഡാർക്ക് വൈറ്റ് ഇല്ല. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമുക്ക് നീന്താൻ അറിയാം. അതുകൊണ്ട് നമ്മൾ ഡാർക്ക് രക്ഷപ്പെടും. ഇതിൻ്റെ ഇടയിലൂടെ ഞാൻ വിചാരിച്ച ആ വള്ളത്തിൽ ചാടുന്നത് ഇല്ല കേട്ടോ. വള്ളത്തിലൊന്നും ചാടത്തില്ല. ഈ സിമെൻറ്റ് കട്ടകൾ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ആ ഒരു അയ്യോ, നമ്മൾ ഈ സംഭവത്തേക്ക് ചാടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വണ്ടിയുടെ അടുത്ത് എത്താം. നമ്മുടെ ഭൂമിയുടെ അത് ആവും. അപ്പോൾ ഗൈസ്, ഇത് ചെറിയൊരു വീഡിയോ ആണ്. എന്നാലും അത്യാവശ്യം ഒരു കിടിലൻ സ്പോട്ട് തന്നെയാണ് കേട്ടോ. ഇത് കണ്ടാലേ മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക്. നിങ്ങളൊന്നും വന്ന് നോക്കുക. ഞാൻ എന്തായാലും അടിച്ചു വിടാതെ ഫുള്ള് കണ്ടവർക്ക് അറിയാം ഈ സ്പോട്ട് എവിടെയാണെന്നൊക്കെ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഈ വീഡിയോ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ CPM എടുക്കുക, ഇങ്ങോട്ടൊന്ന് വന്ന് നോക്കുക. ഒരു കിടിലൻ വണ്ടി എടുത്ത് വരിക, നല്ലൊരു ഫോട്ടോ എടുക്കുക. നല്ലൊരു ഫോട്ടോ എടുത്തിട്ട് സ്റ്റോറി ഇട്ടിട്ട് എന്നെ മെൻഷൻ ചെയ്തോ, ഞാൻ ഇടും കേട്ടോ. സീനില്ല ഗൈസ്. നമുക്ക് 111 സബും കാര്യങ്ങളും ആയിട്ടുണ്ട്. നിങ്ങളെ ഒരു സപ്പോർട്ട് കാരണം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്ത് പോകാൻ നിൽക്കുക കേട്ടോ. അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഈ ഒരു സ്ഥലം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ബൈ.